പ്രതിഷേധം തുടരുന്നു. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി ഇന്ന് അവസാനിപ്പിക്കാൻ നീക്കം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ തുടർച്ചയായി നിയമസഭാ സമ്മേളനം സ്തംഭിക്കുന്ന സാഹചര്യത്തിലാണ് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നത് സംബന്ധിച്ച കാര്യം പരിഗണിക്കുന്നത്. നാളെ വരെയാണ് സഭാ സമ്മേളനം നടക്കേണ്ടത്. എന്നാൽ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തുടർച്ചയായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഒരു ദിവസം നേരത്തെ സമ്മേളനം അവസാനിപ്പിക്കാനാണ് ആലോചന. ഇത് സംബന്ധിച്ച് ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭാ സമ്മേളനം സ്തംഭിച്ചിരുന്നു. വെള്ളിയാഴ്ച വരെ നിശ്ചയിച്ചിരുന്ന സമ്മേളനമാണ് ഇന്ന് അവസാനിപ്പിക്കുക. വെള്ളിയാഴ്ച പരിഗണിക്കേണ്ട ബില്ലുകൾ ഇന്ന് പാസാക്കും. ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും അത് സഭ സ്തംഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നിയമനിർമ്മാണ പ്രക്രിയകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ന് തന്നെ സഭാ സമ്മേളനം അവസാനിപ്പിക്കാനാണ് ധാരണ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ നിയമസഭയിൽ നാടകീയ രംഗങ്ങളാണ് ഇന്നലെയും അരങ്ങേറിയത്. മന്ത്രിമാർ ഉൾപ്പെടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങിയതോടെ അസാധാരണ സംഭവങ്ങൾക്ക് സഭ വേദിയായി. സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിപക്ഷ അംഗങ്ങളും വാച്ചാൻ വാർഡും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അസാധാരണ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇന്നലെ നിയമസഭാ സമ്മേളനത്തിൽ വാവിട്ട വാക്കുകൾക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്തിന്റെ സഭാ ബഹിഷ്കരണത്തിന് ശേഷം സഭയിൽ സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് പുതിയ കാലത്തെ രാഷ്ട്രീയ ശരിക്ക് ചേരാത്ത പരാമർശമുണ്ടായത്. കണ്ണൂരിലെ പ്രാദേശിക വാമൊഴി വഴക്കം മുഖ്യമന്ത്രിയെ കുരുക്കി. പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായ തെറ്റായ പ്രയോഗവും ഭരണപക്ഷത്തിന് പാഠമായില്ല. ആരോപണങ്ങൾ തെളിയിക്കാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് വന്നതും ആണഹങ്കാരത്തിന്റെ വാക്കുകളായിരുന്നു. ഭരണപക്ഷത്ത് നിന്ന് തന്നെ പിഴവ് ചൂണ്ടിക്കാട്ടിയതോടെ കടകംപള്ളി പരാമർശം പിൻവലിച്ച് തലയൂരി. പരിധിവിട്ട വാക്കുകളുടെ പേരിൽ ഭരണപക്ഷത്തെ വിമർശിച്ച പ്രതിപക്ഷ നേതാവും സ്വയം അതേ കെണിയിൽ തന്നെ വീണതും ഇന്നലത്തെ സഭാ സമ്മേളനത്തിലെ കാഴ്ചയായി.